നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. ചൂണ്ടലിൽ ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രികയായ യുവതി മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന പെൺകുട്ടിക്ക് പരിക്ക്. തലക്കോട്ടുകര സ്വദേശി പള്ളിക്കുളം വീട്ടിൽ റാഫി മകൾ 20 വയസ്സുള്ള ഫർസാനയാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന വേലൂർ RMS സ്വദേശി പള്ളിക്കുളം വീട്ടിൽ ഷമീർ മകൾ 15 വയസ്സുള്ള ഫാത്തിമയ്ക്ക് സാരമായി പരിക്കേറ്റു. ചൂണ്ടൽ പാറപ്പുറം അമ്പലത്തിന് സമീപം ബുധനാഴ്ച ഉച്ചയ്ക്ക് 12ഓടെയായിരുന്നു അപകടം. ഇരുവരെയും കേച്ചേരി എക്സ് പ്രവർത്തകർ തൃശൂർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും വൈകിട്ടോടെ ഫർസാനയ്ക്ക് മരണം സംഭവിക്കുകയായിരുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കുന്നംകുളം മണ്ഡലത്തിലെ BDJS സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട KR റിജിൽ മണ്ഡലത്തിൽ സജീവ പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാണ് അദ്ദേഹം തന്റെ ഔദ്യോഗിക തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ക്ഷേത്രത്തിലെത്തിയ സ്ഥാനാർത്ഥിയെ പ്രസിഡന്റ് KK സുബിദാസിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ഗണപതി ഭഗവാന്റെ അനുഗ്രഹം തേടിയ റജിൽ അവിടെയുണ്ടായിരുന്ന ഭക്തജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. BDJS തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റായ ഇദ്ദേഹം പെരുമ്പിലാവ് സ്വദേശിയാണ്. പ്രാദേശിക വിഷയങ്ങളിൽ സജീവമായി ഇടപെടുന്ന വ്യക്തിയെന്ന നിലയിൽ വലിയ ആവേശത്തോടെയാണ് BDJS BJP പ്രവർത്തകർ അദ്ദേഹത്തെ വരവേറ്റത്. ക്ഷേത്ര ദർശനത്തിനു ശേഷം പ്രശസ്ത വാദ്യകലാകാരൻ കക്കാട് രാജപ്പന്മാരാരുടെ വസതി സന്ദർശിച്ച സ്ഥാനാർത്ഥി അദ്ദേഹത്തിന്റെ അനുഗ്രഹം തേടി. തുടർന്ന് RSS കാര്യാലയം, കാണിപ്പയ്യൂർ തിരുമേനി എന്നിവരെയും സന്ദർശിച്ചു. അഞ്ഞൂർ, ആർത്താറ്റുപള്ളി എന്നിവിടങ്ങളിലും വിവിധ ആശുപത്രികൾ, കോളേജുകൾ എന്നിവിടങ്ങളിലും അദ്ദേഹം പര്യടനം നടത്തും. സ്ഥാനാർത്ഥിക്കൊപ്പം BJP സംസ്ഥാന സമിതി അംഗം PV ചന്ദ്രശേഖരൻ, BDJS ജില്ലാ സെക്രട്ടറി ശശികുമാർ മാങ്ങാടൻ, വൈസ് പ്രസിഡന്റ് CB ശ്രീഹരി, BJP OBC മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി രജീഷ് ഐനൂർ, BDMS ജില്ലാ പ്രസിഡന്റ് ശോഭന കുന്നത്ത് തുടങ്ങിയ പ്രമുഖ നേതാക്കളുമുണ്ടായിരുന്നു. മണ്ഡലത്തിലെ വോട്ടർമാരെ നേരിൽ കണ്ട് പിന്തുണ ഉറപ്പാക്കുന്നതിനായി വരും ദിവസങ്ങളിൽ വിദ്യാലയങ്ങൾ, കോളേജുകൾ, വിവിധ ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിൽ വിപുലമായ പര്യടനം നടത്താനാണ് സ്ഥാനാർത്ഥിയുടെ തീരുമാനം. പ്രാദേശിക വികസന മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുള്ള KR റിജിലിന്റെ സ്ഥാനാർത്ഥിത്വം കുന്നംകുളത്ത് ശക്തമായ പോരാട്ടത്തിനാണ് വഴി തുറന്നിരിക്കുന്നത്. വേലൂർ തയ്യൂരിൽ കാട്ടുപന്നിയിടിച്ച് ബൈക്ക് മറിഞ്ഞ് തയ്യൂർ ക്ഷീരസംഘം സെക്രട്ടറി ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 3 പേർക്ക് പരിക്കേറ്റു. തയ്യൂർ മേലേപ്പുരയ്ക്കൽ കൃഷ്ണൻ, ക്ഷീരസംഘം സെക്രട്ടറിയായ ഭാര്യ സുജ, ഇവരുടെ മകൾ എന്നിവർക്കാണ് പരിക്കേറ്റത്. ബുധനാഴ്ച രാത്രി 7 മണിയോടെയാണ് അപകടമുണ്ടായത്. വീട്ടിലേക്ക് വരുന്നതിനിടയിൽ വേലൂർ ചുങ്കം റോഡിൽ വെച്ച് റോഡിനു കുറുകെ ഓടിയ കാട്ടുപന്നി ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ട് മറിഞ്ഞ ബൈക്കിൽ നിന്നും തെറിച്ചു വീണ സുജയ്ക്ക് തലയ്ക്കും കൃഷ്ണനും മകൾക്കും തോളിനും പരിക്കേറ്റു. പരിക്കേറ്റ 3 പേരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പൂരം വേല മഹോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനും ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തുന്നതിനുമായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ, ക്ഷേമകാര്യ ചെയർപേഴ്സൺ ജൂലറ്റ് വിനു, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സച്ചിൻ പ്രകാശ്, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി MC മാറ്റ്ലി എന്നിവർ സംസാരിച്ചു. പൂരാഘോഷത്തോടനുബന്ധിച്ച് കൂട്ടായി നടത്തേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് പ്രസിഡന്റ് യോഗത്തിൽ വിശദീകരിച്ചു. ജനപ്രതിനിധികൾ പറപ്പൂക്കാവ് ദേവസ്വം വൈസ് പ്രസിഡന്റ് KA ബാലൻ, അംഗങ്ങളായ PG ഷൈൻ, KV ചന്ദ്രൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി P അബൂബക്കർ, ഹെൽത്ത് ഇൻസ്പെക്ടർ NS ജോസഫ്, ആക്ട്സ് കേച്ചേരി ബ്രാഞ്ച് ഭാരവാഹികൾ, KACB കേച്ചേരി, കൂനമൂച്ചി സെക്ഷനുകളിലെ ഉദ്യോഗസ്ഥർ, കുന്നംകുളം ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ച് ചർച്ചകളിൽ പങ്കെടുത്തു. ഏപ്രിൽ 1 പൂരശേഷം വൈകിട്ട് പൂരപ്പറമ്പ് ഹരിതകർമ്മസേന, പഞ്ചായത്ത് ജനപ്രതിനിധികൾ, മറ്റു സന്നദ്ധ പ്രവർത്തകർ എന്നിവരെ ഉപയോഗിച്ച് മാസ് ക്ലീനിംഗ് സംഘടിപ്പിക്കുന്നതിന് യോഗം തീരുമാനിച്ചു. ഹോട്ടലുകൾ, ഭക്ഷണപദാർത്ഥങ്ങൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ പരിശോധന ശക്തമാക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ പൂരകമ്മിറ്റികൾ തമ്മിലുള്ള തർക്കങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള പ്രത്യേക ജാഗ്രത പുലർത്തുവാനും പോലീസിനോട് കർശന നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെടാനും യോഗത്തിൽ തീരുമാനമെടുത്തു. പന്നിത്തടം ഗാങ്ങേഴ്സ് കലാവേദിയുടെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. ടെൽകോൺ കൺവെൻഷൻ സെന്ററിൽ നടന്ന സമൂഹ നോമ്പുതുറ തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് അഡ്വക്കേറ്റ് KN പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ഗാങ്ങേഴ്സ് ക്ലബ് മെമ്പർ ആഷിഫ് അഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പന്നിത്തടം മഹല്ല് ഖത്തീബ് മുഹമ്മദ് സ്വാലിഹ് അൻവരി റമദാൻ സന്ദേശം നൽകി. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, ഗാങ്ങേഴ്സ് ക്ലബ് സെക്രട്ടറി KC നിഖിൽ, പ്രസിഡന്റ് TB ബബിൻ എന്നിവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്ത് അംഗങ്ങളായ V ശങ്കരനാരായണൻ,
സൈബുന്നിസ ഷറഫു എന്നിവരും സന്നിഹിതരായിരുന്നു. സമൂഹ നോമ്പുതുറയിൽ 1000-ലേറെ പേർ പങ്കെടുത്തു. പാറന്നൂർ സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മരണ തിരുനാൾ ആഘോഷിച്ചു. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 6 മണിക്ക് ആഘോഷമായ ദിവ്യബലിയും ലതീഞ്ഞും നൊവേനയും നടന്നു. തുടർന്ന് വിഭവസമൃദ്ധമായ നേർച്ചയൂട്ടും ഉണ്ടായിരുന്നു. തിരുനാൾ ദിവ്യബലിക്ക് ഇടവക വികാരി ഫാദർ പ്രിൻസ് ചിരിയങ്കണ്ടത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൈക്കാരന്മാരായ വി ടി ബാബു, ജിൻഡോ തരകൻ, ഊട്ട് കൺവീനർ സെബി വാഴപ്പിള്ളി എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകി. എളവള്ളി സെന്റ് ആന്റണീസ് ഇടവകയിൽ കേരള ലേബർ മൂവ്മെന്റ് പതാക ദിനാചരണവും വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മരണ തിരുനാളും ആഘോഷിച്ചു. വ്യാഴാഴ്ച രാവിലെ 6:30 നടന്ന ദിവ്യബലിയിൽ മുഴുവൻ KLM അംഗങ്ങളും കാഴ്ച സമർപ്പണം നടത്തി. തുടർന്ന് KLM പതാക ഉയർത്തൽ ഇടവക വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് KM ആൻഡോ അധ്യക്ഷനായി. തുടർന്ന് അംഗങ്ങൾ പ്രതിജ്ഞയെടുത്തതിനു ശേഷം മെമ്പർഷിപ്പ് വിതരണോദ്ഘാടനവും തൊഴിലാളി സംഗമവും നടന്നു. ചടങ്ങുകൾക്ക് യൂണിറ്റ് ഭാരവാഹികളായ വനിതാ വിഭാഗം പ്രസിഡന്റ് സീമ ഷാജു, സെക്രട്ടറി ലോഫി റാഫേൽ, ട്രഷറർ CK ജോയ്, ഷൈനി ഷാജി, രൂപത മേഖലാ സെക്രട്ടറി PI ഷാജു, മോട്ടോർ തൊഴിലാളി ഫോറം പ്രസിഡന്റ് സൈമൺ വടക്കൂട്ട്, മറ്റം ഫൊറോന പ്രസിഡന്റ് AA ഔസേപ്പ്, ജാൻസി ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി. കുടുംബം കൈവിട്ടതോടെ 3 പിഞ്ചുകുഞ്ഞുങ്ങളുമായി ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തെ നടപ്പാതയിൽ അഭയം തേടിയ യുവതിക്കും മക്കൾക്കും പോലീസിന്റെയും വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെയും സ്നേഹത്തണൽ. ഇടുക്കി സ്വദേശിനിയായ 34-കാരിയെയും 6, 8, 9 വയസ്സുള്ള 3 പെൺമക്കളെയുമാണ് അധികൃതർ ഏറ്റെടുത്ത് തൃശൂരിലെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. ഭർത്താവ് ഉപേക്ഷിച്ചതിനെ തുടർന്നാണ് നിരാലംബയായ യുവതി മക്കളുമായി തെരുവിലേക്കിറങ്ങിയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ക്ഷേത്രത്തിന് സമീപത്തെ നടപ്പാതയിലായിരുന്നു ഇവർ അന്തിയുറങ്ങിയിരുന്നത്. പകൽ ക്ഷേത്രനടയിലെത്തും. പ്രസാദൌട്ടിൽ നിന്നുള്ള ഭക്ഷണമായിരുന്നു ഇവരുടെ ഏക ആശ്രയം. സ്കൂളിൽ പോകേണ്ട പ്രായത്തിലുള്ള കുട്ടികൾ പഠനം മുടങ്ങി തെരുവിൽ കഴിയുന്ന കാഴ്ച കണ്ടുനിന്ന നാട്ടുകാർക്ക് നോവായി. കുട്ടികളുമായി യുവതി ദുരിതമനുഭവിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഉടൻ തന്നെ ഗുരുവായൂർ ടെമ്പിൾ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞയുടൻ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വിനോദ് വലിയാറ്റൂരിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തുകയും യുവതിയുമായി സംസാരിക്കുകയും ചെയ്തു. യുവതിയുടെയും കുട്ടികളുടെയും സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയ പോലീസ് ഉടനടി വനിതാ ശിശുക്ഷേമ വകുപ്പിനെ വിവരമറിയിച്ചു. തുടർന്ന് നിയമപരമായ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇവരെ തൃശൂരിലെ സർക്കാർ അംഗീകൃത അഭയകേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. അഭയകേന്ദ്രത്തിൽ എത്തിയതോടെ ഇവർക്ക് ഭക്ഷണവും താമസ സൗകര്യവും ഉറപ്പായി. പഠനം മുടങ്ങിയ കുട്ടികളെ വീണ്ടും വിദ്യാലയങ്ങളിൽ എത്തിക്കുന്നതിനും യുവതിക്കാവശ്യമായ കൗൺസിലിംഗും സഹായങ്ങളും നൽകുന്നതിനും അധികൃതർ നടപടികൾ സ്വീകരിക്കും. ഒരു നാടിൻ്റെ ജാഗ്രതയും പോലീസിൻ്റെ സമയോചിതമായ ഇടപെടലുമാണ് ഈ കുടുംബത്തിന് പുതിയൊരു ജീവിതമായത്. തിങ്കളാഴ്ച മുതൽ കാണാതായ പെരുന്തുരുത്തി സ്വദേശിയായ വ്യാപാരിയെ വീടിന് സമീപത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പെരുന്തുരുത്തി മൂർത്താട്ടിൽ വീട്ടിൽ കുഞ്ഞുമോൻ്റെ മകൻ 59 വയസ്സുള്ള മോഹനനാണ് മരിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ടോടെ വീടിന് സമീപത്തുള്ള പാണേങ്ങാട്ട് നിതീഷിൻ്റെ പറമ്പിലെ ആൾമറയുള്ള കിണറ്റിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തിങ്കളാഴ്ച വൈകിട്ട് 4:30 വീട്ടിൽ നിന്നും പോയ മോഹനൻ പിന്നീട് തിരിച്ചെത്തിയിരുന്നില്ല. തുടർന്ന് വീട്ടുകാർ നൽകിയ പരാതിയിൽ കുന്നംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയായിരുന്നു. തിരച്ചിലിനിടെ തിങ്കളാഴ്ച രാത്രിയോടെ തന്നെ കിണറിന് സമീപത്തു നിന്നും മൊബൈൽ ഫോൺ ലഭിച്ചതിനെ തുടർന്ന് കിണറ്റിൽ പ്രാഥമിക പരിശോധന നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്താനായിരുന്നില്ല. പഴഞ്ഞി ജെറുസലേമിൽ ഫ്രൂട്ട്സ് കച്ചവടം നടത്തി വരികയായിരുന്നു മോഹനൻ. കച്ചവടവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യതകൾ ഇദ്ദേഹത്തെ അലട്ടിയിരുന്നതായി പറയുന്നു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിനു ശേഷം സംസ്കാരം നടത്തി. തൃശൂർ അതിരൂപതയിൽ ആദ്യമായി സ്ഥാപിച്ച വേലൂർ ഫൊറോന പിതൃവേദിയുടെ നേതൃത്വത്തിൽ പുരുഷദിനം ആഘോഷിച്ചു. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മരണതിരുനാൾ ദിനത്തോടനുബന്ധിച്ചാണ് പുരുഷദിനം ആചരിച്ചത്. വികാരി ഫാദർ ജെയ്സൺ തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു. ഫാദർ ഡേവിസ് ചെറമൽ മുഖ്യാതിഥിയായി. ഫാദർ ജോൺ പേരാമംഗലം, ലാറ്റി ആന്റണി, ജോസഫ് മാത്യു എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പോയിരിക്കുകയായിരുന്നു, ബോംബെയിൽ. അവിടെ വിമൻസ് ഡേ, ആ രൂപത്തിൽ മുഴുവൻ അമ്മമാർ ചേർന്നിട്ടുള്ള വിമൻസ് ഡേ ആയിരുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആദ്യം സൃഷ്ടിച്ചത് പുരുഷനെയാണ്.
കൊടുത്തോ, കൈയടിച്ചു കൊടുത്തോളാം. കാരണം എന്നിട്ടാണ് ഒരു വാരിയലെടുത്തിട്ടാണ് സ്ത്രീനെ സൃഷ്ടിച്ചത്. അത് കരുതിയിട്ട് സ്ത്രീകൾക്ക് പരിഭവമൊന്നും വേണ്ട, വാരിയലല്ലേ, ആ എല്ലിരിക്കുന്ന സ്ഥലം ഹൃദയത്തിൻ്റെ ഭാഗത്തു നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഒരു പുരുഷനായി സൃഷ്ടിച്ച്, ദൈവം മനുഷ്യനായി വന്നപ്പോൾ ഒരു പുരുഷനായിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത്. പുരുഷനും സ്ത്രീയും തമ്മിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, ബയോളജിക്കലായിട്ടുള്ള വ്യത്യാസം ഒഴിച്ച് ദൈവത്തിൻ്റെ ജീവൻ തന്നെയാണ് രണ്ട് വ്യക്തികളിലും, പുരുഷനായാലും സ്ത്രീ ആയാലും. അതില്ല, ആ വ്യത്യാസം ഉണ്ടാകരുതെന്നാണ് ഞാൻ പറയുക. പുരുഷനാണ് സ്ത്രീയാണെന്നുള്ളൊരു വ്യത്യാസം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവരുത്. കറുത്തതാണ് വെളുത്തതാണെന്നുള്ള വ്യത്യാസം ഉണ്ടാവരുത്. ദരിദ്രനാണ് ധനികനാണെന്നുള്ള വ്യത്യാസം ഉണ്ടാകരുത്. സമത്വം, ഈക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി എന്നാണ് അമേരിക്കയിലെ മോട്ടോ. അതാണ് ഈക്വാലിറ്റി. ഈ ഈശോ ലോകത്ത് വന്നിട്ട് എല്ലാവരും തുല്യനായിട്ടാണ് കണ്ടത്. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.